ഒന്ന് രണ്ട് ദിവസമായിട്ട് ന്യൂസ് ചാനലിലും സോഷ്യൽ മീഡിയയിലൊക്കെ ചൈനയിൽ പുതിയ വൈറസ് കണ്ടെത്തിയെന്നും അതിനെപ്പറ്റിയുള്ള ഭയാനകമായിട്ടുള്ള പേടിപ്പിക്കുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വീട്ടിലുള്ള പ്രായമുള്ളവരും എല്ലാത്തവരൊക്കെ ഭയങ്കര ആശങ്കയിലാണ് അല്ലെ. ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, ചൈനയിൽ പോലും ഇത് മൊത്തം ബാധിച്ചിരിക്കുന്നൊന്നുമല്ല. വടക്കൻ പ്രവിശ്യയിലെ ചില ഏരിയാസിൽ മാത്രമാണ് ഈ ഇൻഫെക്ഷൻ പടർന്നുകൊണ്ടിരിക്കുന്നതും അവിടെ മാത്രമാണ് ഇതിന്റെ മരണനിരക്കുള്ളതും. അതല്ലാതെ ചൈനയുടെ പുറത്ത് ഒരു രാജ്യത്ത് പോലും നിലവിൽ ഈ വൈറസ് ഇൻഫെക്ഷൻ ഉള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലിരുന്ന് വെറുതെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ വാർത്ത തന്നെ ചൈനയിലെ ഒഫീഷ്യൽ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട വാർത്തയൊന്നുമല്ല. സോഷ്യൽ മീഡിയയിൽ ആരോ ഇട്ട പോസ്റ്റോ വീഡിയോ ഒക്കെ വഴി പുറം ലോകം അറിഞ്ഞെന്ന് മാത്രം. അല്ലെങ്കിൽ ചൈനന്റെ കാര്യം ആയതുകൊണ്ട് അവർ തീരുമാനിക്കുന്ന ഒരു വാർത്തന്റെ അപ്പുറത്തേക്ക് ലോകം അറിയാന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ ടാസ്ക് ആണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ വൈറസിനെ പറ്റി പറയാം. ഈ HMPV അഥവാ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് എന്നുള്ള ഈ വൈറസ് ഒരു RNA വൈറസ് ആണ്. പല സ്ഥലങ്ങളിലും കണ്ടു ഇത് പുതിയൊരു വൈറസ് കണ്ടുപിടിച്ചതാണ്, രൂപപ്പെട്ടതാണെന്നൊക്കെ. ഇതൊരു പുതിയ വൈറസ് കണ്ടുപിടിച്ചതൊന്നുമല്ല, ഇത് മുമ്പേ കണ്ടെത്തിയ വൈറസ് തന്നെയാണ്. ഇത് കോവിഡ് വൈറസ് പോലെ തന്നെ ശ്വാസകോശത്തിന് പ്രായഭേദമന്യേ ബാധിക്കുന്ന ഒരു അണുബാധയാണ്. അതന്നെ 5 വയസ്സിൽ താഴെയോ 65 വയസ്സിൽ കൂടുതലോ അല്ലെങ്കിൽ പ്രതിരോധശേഷി കുറവുള്ള ആളുകളിൽ ഇത് കൂടുതലും രോഗാവസ്ഥ മൂർജിച്ച് ഗുരുതരാവസ്ഥയിലേക്ക് മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇത് തുടക്കത്തിൽ ഫ്ലൂ ലൈക്ക് സിംറ്റംസ് അഥവാ സാധാ ഒരു ജലദോഷപ്പനിയുടെ ലക്ഷണങ്ങൾ മാത്രമായിട്ടാണ് ഉണ്ടാകുന്നത്. അസുഖം മൂർജിക്കുന്ന സാഹചര്യത്തിൽ ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ആയിട്ട് മാറുകയും അഥവാ ശ്വാസകോശത്തിന്റെ താഴെ ഭാഗങ്ങളിലോട്ട് അണുബാധ സ്പ്രെഡ് ചെയ്യുകയും പിന്നീട് ന്യൂമോണിയ, ബ്രോങ്കിയോളൈറ്റിസ്, സിവിയർ ബ്രോങ്കൈറ്റിസ് പോലെയുള്ള അവസ്ഥകളായി മാറി ഗുരുതരാവസ്ഥയിലോട്ട് നീങ്ങാനും സാധ്യതയുണ്ട്. മറ്റു ചില ഇൻഫെക്ഷൻസിൽ നമുക്ക് ഒരു തവണ അണുബാധ വന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രതിരോധശേഷി ശരീരത്തിൽ നിലനിൽക്കുകയും പിന്നീട് രണ്ടാമത് ഉടനെ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ ഇതിൽ അങ്ങനല്ല. ഇതിൽ റീഇൻഫെക്ഷനും റിക്കറൻസിനും സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല ഇതിനായിട്ട് സ്പെസിഫിക് ആയിട്ട് ഒരു ആന്റിവൈറൽ മരുന്നുകളോ ഒരു വാക്സിനേഷനോ ലോകത്ത് എവിടെയും നിലവിൽ കണ്ടുപിടിച്ചിട്ടില്ല. ഇനി ഇത് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് മുമ്പേ പരിചിതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. മാസ്ക് ഉപയോഗിക്കുക, തുമ്മുമ്പോഴും ചുമക്കുമ്പോഴൊക്കെ വായ പൊത്തി വെക്കുക, എങ്ങാനും നമ്മൾ വായന്റെ മൂക്കിന്റെ ഭാഗത്ത് കൈ കൊണ്ടുപോയി കഴിഞ്ഞാൽ സോപ്പിട്ട് കഴുകുക, അതല്ലെങ്കിൽ ആൽക്കഹോൾ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള സാനിറ്റൈസർ യൂസ് ചെയ്തിട്ട് വൃത്തിയായിട്ട് കൊണ്ട് നടക്കുക. നമ്മൾ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ മാറി നിൽക്കുക. രോഗികൾ വീട്ടിലുണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തുക, മറ്റുള്ളവരായിട്ട് സമ്പർക്കം ഒഴിവാക്കുക. ഇതൊക്കെ പറയുന്നത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ ഇപ്പൊ നിലവിൽ നമ്മൾ ഇതിനെപ്പറ്റി ആലോചിക്കേണ്ട ആവശ്യം പോലില്ല. കാരണം നിലവിൽ എവിടെയും 2024 ഡിസംബർ മുതൽ ലോകത്തെവിടെയും ഇങ്ങനെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ ചൈനയിലെ ചില പ്രവിശ്യകളിൽ ഒഴിച്ച്. വീട്ടിൽ പ്രായമുള്ളവരൊക്കെ പേടിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇത് അയച്ചു കൊടുക്കുക, കാണിച്ചു കൊടുക്കുക, മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ ആശങ്ക വേണ്ട എന്നുള്ളത് പ്രത്യേകം പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.